രജിത് കുമാർ, ഇടതിനും വലതിനും അത് നമ്മൾ ഭാരതത്തിലൊട്ടാകെ നോക്കിയാൽ ഹൈന്ദവ വിരുദ്ധതയാണ് സ്ഥായീഭാവം എന്നുള്ളത് വ്യക്തമാകുകയാണ്. തിരുപ്രംകുன்றത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കോടതി ഉത്തരവുണ്ട് കാർത്തിക ദീപം തെളിയിക്കാൻ. ആയിരക്കണക്കിന് വരുന്ന മുരുക ഭക്തരുടെ ആ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതിനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തിയതും എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകുന്നതേ ഉള്ളൂ എത്രമാത്രം ഭക്തരുടെ ആ വികാരത്തെയാണ് ഇവർ വ്രണപ്പെടുത്തിയത് എന്നുള്ളത്. ശ്രീ രജിത് കുമാർ. നമസ്കാരം. ഞാനൊരു മുരുക ഭക്ത സംഘടനയുടെ ഒരു പ്രതിനിധിയാണ്. മുരുക ഭക്തന്മാരുടെ ഒരു കാര്യം മാത്രമാണ്, അതിന്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ മുരുക ഭക്തരുടെ ഒരു ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ തിരുപ്പരംകുன்ற ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ്. അത് മാത്രമല്ല, മുരുക ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 6 പടവീട്, ബാക്കിയുള്ള ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാന്റെ അമ്പലങ്ങളെ 6 പടവീട് എന്നാ പറയാ. കാരണം ഭഗവാൻ ദേവസേനാപതി ആയതുകൊണ്ട് 6 ആർമി ക്യാമ്പ് എന്നുള്ള രീതിയിലാണ് അതിന് സങ്കല്പം. അപ്പൊ ഈ തിരുപ്പരംകുன்றത്ത് വെച്ചിട്ടാണ് യുദ്ധത്തിന് ശേഷം ദേവയാനിയെ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലം എന്നാണ് അതിന്റെ ഒരു ഐതിഹ്യമുള്ളത്. ഒരു വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. 2000-ന് മേലെ വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. കോടിക്കണക്കിന് ജനങ്ങൾ അവിടെ എത്തി ദർശനം വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ള ഒരു കാർത്തിക ദീപം കൊളുത്തുന്ന ഒരു ചടങ്ങിനോടനുബന്ധിച്ചാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നം ആരംഭിക്കുന്നത്. പക്ഷെ ഇത് ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന്റെ തുടർച്ചയാണ്. എന്നാൽ അതിന്റെ രസകരമായ കാര്യം, കുറെ കാര്യങ്ങൾ ഓൾറെഡി സെറ്റിൽഡ് ആണ്. ഇപ്പൊ നമ്മൾ ദർഗിരിക്കുന്ന സ്ഥലം, ദർഗയ്ക്ക് ചുറ്റുള്ള നെല്ലി വനം, അങ്ങനെയുള്ള സ്ഥലം, ആ പടിക്കെട്ട്, അതൊക്കെ സെറ്റിൽഡ് ആയതാണ്. പക്ഷെ ഇതായിട്ട് ബന്ധപ്പെടാത്ത ഒരു വിളക്ക് തൂണില് ദീപം കൊളുത്തുന്നതിനെ സംബന്ധിച്ചാണ് ഈ തർക്കം നടക്കുന്നത്. ഇതിന് ഞാൻ മനസ്സിലാക്കിയത് രാമരവികുമാർ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ള ഒരാളാണ് വ്യക്തിപരമായിട്ട്. അദ്ദേഹം ഈ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ അപേക്ഷ കൊടുക്കണു. അത് നിരാകരിച്ച ശേഷം അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുക്കണു. ഹൈക്കോടതി അതിനെ അനുവദിക്കുന്നു. പക്ഷെ അത് ഗവൺമെന്റ് ആ വിധിക്കെതിരെ നിൽക്കുന്നു. പക്ഷെ ജഡ്ജി വീണ്ടും അതിനു വേണ്ടി ആക്ട് ചെയ്തപ്പോൾ ഇംപീച്ച്മെന്റിലെത്തി ആ ഒരു പൊളിറ്റിക്സിലേക്കാണ് നിൽക്കുന്നത്. പക്ഷെ അത് മുരുകഭഗവാന്റെ പ്രത്യേകിച്ച് തമിഴ് കടവുകളാണ് മുരുകഭഗവാൻ. അപ്പൊ തമിഴ് ആൾക്കാരുടെ ഏറ്റവും വലിയൊരു വികാരം കൂടിയാണ്. അത് ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അതെ ശ്രീ രജിത് കുമാർ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ രാഷ്ട്രീയം കലർത്തണ്ട, കോടതിയുടെ തീരുമാനം മാത്രം പരിഗണിച്ചാൽ മതിയല്ലോ. ആ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ എത്തിയവരെ തടയാനുണ്ടായ ആ തീരുമാനം, കാരണം കലാകാലങ്ങളായി പാരമ്പര്യമായി അവർ വച്ചു പുലർത്തുന്ന ഒരു ആചാരമാണ്. എങ്ങനെയാണ് തിരുപ്രംകുന്றம் ക്ഷേത്രത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അവിടെ ദർഗ സ്ഥാപിക്കപ്പെടുന്നതും പിന്നീട് അവിടെ ഒരു മസ്ജിദ് പണിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ സംഘർഷ സാഹചര്യമൊക്കെ പലതവണ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രവണത, അല്ലെങ്കിൽ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു രീതി എന്തുകൊണ്ടായിരിക്കാമെന്നാണ് കരുതുന്നത്. നമ്മൾ കണ്ടതാണ്, ആയിരക്കണക്കിന് വരുന്ന മുരുക ഭക്തർ അവിടെ എത്തിയപ്പോഴേക്കും സ്റ്റാലിൻ സർക്കാരിൻ്റെ കാലിടറുന്ന കാഴ്ച ഒന്ന് ഭയന്നു. പക്ഷേ അതിനു മുൻപ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇവർ കടക്കാനിടയായ ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കാം? തീർച്ചയായും അവരുടേതായ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് എന്താ പറയാ, ഒരുപാട് ജനങ്ങൾ ആരാധിക്കുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ ആരാധനമൂർത്തിയായ, കാരണം തമിഴന്മാരുടെ തമിഴ് കടവുൾ മുരുകൻ എന്നാ പറയാ, അവിടെ തന്നെ ഈ അടിസ്ഥാനപരമായ ഒരു ഇത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലുണ്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇതിന് വേറൊരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. തിരിച്ച് ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. അവിടെ ചില ഇപ്പൊ ഹാൻഡിൽ പറഞ്ഞതായിരിക്കാം അവര് പറയണത്, മുരുകൻ ഹിന്ദു ആണോ? അതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യമായിട്ട്. മുരുകൻ ഹിന്ദു ആണോ? മുരുകൻ ഹിന്ദു അല്ല, തമിഴനാണ് എന്ന രീതിയിൽ അതിനൊരു കാരണം പറയണത്, ഉത്തരേന്ത്യയിലെ മുരുകക്ഷേത്രങ്ങളില്ല, എന്തുകൊണ്ട് അവര് മുരുകനെ ആരാധിക്കുന്നില്ല. അപ്പൊ അതിനോടനുബന്ധിച്ച് 1-2 കാര്യങ്ങൾ എനിക്ക് കൂട്ടിച്ചേർക്കണം. കാരണം ഉത്തരേന്ത്യയിൽ മുരുകക്ഷേത്രം ഉണ്ട്, ഉത്തരാഖണ്ഡിൽ വലിയൊരു മുരുകക്ഷേത്രം ഉണ്ട്. അത് ഒരുപാട് ആൾക്കാർ പോകുന്ന ക്ഷേത്രമാണ്. അതുമാത്രമല്ല, ചരിത്രപരമായി പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിക്രമാദിത്യന്റെ, അതായത് ചന്ദ്രഗുപ്ത മകന്റെ
പേര് സ്കന്ദഗുപ്തൻ എന്നാണ്. സ്കന്ദൻ എന്ന് പറയുന്നത് മുരുകന്റെ പര്യായമാണ്. അദ്ദേഹത്തിന്റെ മകൻ കുമരഗുപ്തനാണ്. അദ്ദേഹമാണ് നടന്ന സർവകലാശാല സ്ഥാപിച്ചത്. അപ്പൊ ആ ഒരു രാജാക്കന്മാർക്ക് മുരുകൻ ഭഗവാന്റെ പേരുള്ളപ്പോ ജനങ്ങൾക്ക് എത്ര പേരുണ്ടാവും? അവിടുന്ന് കിട്ടിയ നാണയങ്ങള്, മുരുകൻ ഭഗവാന്റെ അടയാളങ്ങളുള്ള നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഞാൻ വിദേശ എന്ന് പറഞ്ഞ മധ്യപ്രദേശിൽ പോയി ചന്ദ്രഗുപ്ത കാലത്ത് പണി കഴിപ്പിച്ച 18 ക്ഷേത്രങ്ങളില് 18 ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു ഇന്ത്യൻ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണത്. അതിൽ 3-ാമത്തെ ഗുഹയില് മുരുകഭഗവാന്റെ വിഗ്രഹമാണ് ഉള്ളത്. അപ്പൊ നോർത്ത് ഇന്ത്യയിലും മുരുകാരാധന ഉണ്ടായിരുന്നു. അപ്പൊ മുരുകനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകണ ആ ഒരു ഇത് ചരിത്രത്തിൽ നടക്കണതല്ല. പക്ഷെ എന്താ പറയാ, ഞാൻ വേറെ അതിലേക്ക് കൂടുതലേക്ക് വരുന്നില്ല. പക്ഷെ അതൊരു മുരുകഭക്തരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു ഇതായിട്ട് തോന്നുന്നു. ശ്രീ രജിത് കുമാർ, കാറിലായതുകൊണ്ടാകണം ഒരല്പം ഓഡിയോ തടസ്സമുണ്ട്. താങ്കൾക്ക് ധൃതിയുണ്ട് എന്നറിയാം. ഒരു ചോദ്യം കൂടി. എന്തായാലും മുരുക ഭക്തർ, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുരുക ഭഗവാൻ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഭഗവാനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നേരത്തെ ഉദയനിധി സ്റ്റാലിൻ്റെ മുഖം രക്ഷിക്കാൻ സ്റ്റാലിൻ സർക്കാർ ഒരു മുരുക സംഗമമൊക്കെ നടത്തുകയുണ്ടായി. പക്ഷെ അത് ഏതു തരത്തിലായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. വിലപ്പോയില്ല ആ തന്ത്രമൊന്നും. എന്തായാലും ആ നമ്മുടെയൊക്കെ വെട്രിവേൽ വീരവേൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയിരക്കണക്കിന് ഭക്തർ അവിടെ തടിച്ചുകൂടിയപ്പോൾ മനസ്സിലാക്കേണ്ടത് അവർ ഒരു കാര്യം ആചാരപരമായി നടത്താൻ തീരുമാനിച്ചതിൽ തന്നെ ഉറച്ച് ഇനിയും മുന്നോട്ടു പോകും. തിരുപ്രം കുன்றത്തിൻ്റെ പഴയ പ്രൗഢി എങ്ങനെയാണോ അത് നിലനിർത്തുക തന്നെ ചെയ്യും. മുരുകഭക്തർ അതിനുവേണ്ടി തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ രജിത് കുമാർ? തീർച്ചയായും നമ്മൾ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് സമാധാനമായിട്ട് ആ രീതിയാണ്. പക്ഷെ മുരുക ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് കാണാം ഹരഹരോ ഹരഹര. അതിന്റെ ആ ഓറ ഡിഫറെന്റ് ആണ്. അത് മുരുകന്റെ ഒരു സേനാപതിയുടെ ഓറയാണ്. അപ്പൊ ആ വെറ്റുവേൽ വീരവേൽ എന്ന് വിളിക്കുമ്പോൾ അതിലൊരു ശക്തി ഉണ്ടാവും, പവർ ഉണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റും.